കല്ലുപ്പ് ഇട്ടിട്ട് നമ്മളുടെ വീടും മുക്കുമൂലൊക്കെ തുടയ്ക്കുന്നത് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഒരു മാസമൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ചയിലൊക്കെ നമ്മളിങ്ങനെ ഒന്ന് തുടയ്ക്കാൻ നോക്കാം കേട്ടോ. വീടും ഒക്കെ എല്ലായിടത്തും ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ നല്ലൊരു എനർജി പോസിറ്റീവാണ് കേട്ടോ. അപ്പം എല്ലാവരും കല്ലുപ്പിൻ്റെ നിരവധി ഗുണങ്ങൾ നമുക്കറിയാമല്ലേ, പറഞ്ഞാൽ തീരാത്ത അത്രയും ഗുണങ്ങളാണ് നമുക്ക് നമ്മളെ കല്ലുപ്പിനുള്ളത്. അപ്പോൾ ഇടയ്ക്ക് തുടയ്ക്കുമ്പോൾ ഒന്ന് ഇട്ട് തുടയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ ഇവിടെ ക്ലീനിങ് തുടങ്ങി, ഇവിടെയൊക്കെ തുടക്കലൊക്കെ കഴിഞ്ഞ് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ വീഡിയോ പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ തുടച്ചതാണ്. അപ്പോൾ ഇവിടെ ഒക്കെ ഞാൻ തുടച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതാക്കണം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വൃത്തിയാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കല്ലുപ്പ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കല്ലുപ്പ് വെച്ചിട്ട് ഞാനിപ്പോൾ തുടച്ചത് ഇവിടെ നിലമൊക്കെ തുടച്ചത് ഈ കല്ലുപ്പ് ഒഴിച്ച വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ തുടച്ച് വെടുപ്പാക്കിയത്. അപ്പോൾ ഞാൻ ഒന്ന് കുറച്ച് ഈ വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം എടുത്തിട്ട് നമുക്ക് തുടച്ചെടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ നല്ല സ്മെല്ലാണ് കേട്ടോ. എന്താ പറയുക, നല്ല സ്മെല്ലാണ്. എല്ലാവരും ഉണ്ടാക്കി വെച്ച് നോക്ക്. പൈസ ചിലവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പല്ലി പറ്റൊക്കെ പോകാനും എപ്പോഴും നമ്മളെ വീട് ഫ്രഷ് ആയിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാനിന്ന് ക്ലീനിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ എന്താണ് വീഡിയോ എടുക്കാമെന്ന് ഇങ്ങനെ എന്തിനും എപ്പോഴെപ്പോഴും ഇതന്നെയല്ലേ കാണിക്കണേന്ന് വെച്ച് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ വെച്ചാൽ നിങ്ങളതും കൂടി കാണിക്കാം. ഇതൊക്കെ കൂടെ ഒക്കെ തുടയ്ക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ തുടച്ചിട്ട് ഞാൻ ഇത് സ്പ്രേ അടിച്ചു കൊടുത്തത് എന്താ വെച്ചാൽ സ്മെല്ല് ഉണ്ടാവാനായിട്ടാണ്. അപ്പോൾ ഞാൻ കല്ലുപ്പ് എൻ്റെ വെള്ളം കൊണ്ടാണ് ഇവിടെ തുടച്ചത്. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഞാൻ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലൊന്ന് ഇതൊക്കെ ഒന്ന് ഇറക്കി വെക്കാനുണ്ട്, ഇതിൻ്റെ ടിന്നുകൾ. അപ്പോൾ ഞാൻ ടിന്നുകളൊക്കെ കാലിയായി കഴിഞ്ഞാൽ അപ്പം തന്നെ കഴുകി വെക്കും കേട്ടോ. എന്താ വെച്ചാൽ അപ്പോൾ വേറെ അപ്പോൾ സാധനങ്ങൾ കൊണ്ടുവന്നാൽ പിന്നെ നമുക്ക് ഇതിനായിട്ട് പിന്നെ കഴുകാൻ പിന്നെ അല്ലെങ്കിൽ ഇതിൽ തന്നെ ഇട്ട് വെക്കണ്ടേ. അപ്പോൾ 2 ടിന്നായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഒരു ടിന്ന് കഴിയുമ്പോൾ അത് കഴുകിയേക്കുമ്പോൾ വേറൊരു ടിന്ന് എടുക്കുക. അങ്ങനെയായിട്ട് ഞാൻ അങ്ങനെയാണ് അധികം യൂസ് ചെയ്യാറ് കേട്ടോ. അങ്ങനെയൊന്ന് നിങ്ങളും കൂടി ചെയ്ത് നോക്ക്. അപ്പോൾ ഞാനിവിടെ തുടക്കട്ടെ കേട്ടോ. അപ്പോൾ അതിവിടെ മാറാമ്പിലൊക്കെ നിറഞ്ഞിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ മാത്രം ക്ലീൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇവിടെ ഒരാഴ്ച ആയിട്ടില്ല ഇവിടെയൊക്കെ മാറാമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒട്ടാകെ ക്ലീൻ ചെയ്യാം. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് പിടിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ ഒന്ന് ഇതേ മാറാമ്പിലൊക്കെ നിൽക്കണേണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. അപ്പോൾ ഒട്ടാകെ ഇവിടെയും കൂടി ഒന്ന് വെടുപ്പാക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളം കളയട്ടെ. കല്ലുപ്പ് ഇട്ടിട്ടുള്ള വെള്ളം കൊണ്ട് നമുക്ക് എല്ലായിടത്തും ഒന്ന് തുടച്ചു കൊടുക്കാം. അപ്പോൾ സ്മെല്ലുണ്ടാവാൻ വേണ്ടിയിട്ട് കർപ്പൂരം കൂടി അതിൽ ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ ഈ സ്പ്രേ ഉള്ളത് കൊണ്ടാണ് ഇതിലെല്ലാം കൂടി ഉണ്ട്. കർപ്പൂരം എല്ലാ സാധനവും ഇട്ടിട്ടുള്ള സ്പ്രേ ആണത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല. കല്ലുപ്പിൻ്റെ വെള്ളം മാത്രം ആണ് ഇവിടെ ഇപ്പോൾ തുടക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ക്ലീനിങ് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ കുറച്ച് കുഞ്ഞീശ മാറാമ്പിലൊക്കെ ജനലിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ തുടച്ച് അതൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഈണാവില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ നിത്യം തുടയ്ക്കുന്നത് കൊണ്ടും ഇവിടെ ക്ലീൻ ആക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് വെടുപ്പാക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇവിടെയൊക്കെ ഞാൻ തുടച്ച് ഇതാക്കി എല്ലാ മുക്കുമൂലൊക്കെ തുടച്ചു. അപ്പോൾ നമ്മൾ മിക്സിയൊക്കെ എപ്പോഴും ക്ലീൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇതൊന്നും വെറുതെ ഒന്ന് തുടക്കണോടൊപ്പം അങ്ങനെ തുടക്കുള്ളൂ കേട്ടോ. എപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണമാണ് ഇവിടെയൊക്കെ തുടച്ച് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ റൂം ഞാൻ കണ്ടു. ഇനി എൻ്റെ മറ്റേ അടുക്കള, ഈ അടുക്കളയും ഞാൻ തുടച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞടുക്കള. അപ്പോൾ കുഞ്ഞടുക്കളയും ഇവിടെയാണ് ഫുഡ്. ഇപ്പോൾ ഞാൻ അടുപ്പിലൊക്കെ പാചകം ചെയ്യുമ്പോൾ ഇവിടെ വയ്ക്കും ഞാൻ എൻ്റെ കുഞ്ഞ് ഇതൊക്കെ. ഇവിടെയൊക്കെ വെച്ചു. ഇപ്പോൾ ഇതെൻ്റെ അടുപ്പിൻ്റെ അവിടെ അങ്ങനെ ചെറുതായിട്ടൊരു സൈഡ് മാത്രം തുടച്ചിട്ടുള്ളൂ. എന്താ വെച്ചാൽ വിറക് ഇവിടെ ഇങ്ങനെ വെച്ചേക്കാണ്. ഇപ്പോൾ ഇതൊക്കെയാണ്. ഭരണി ഉണ്ടല്ലോ, ഉപ്പും ഭരണിയിൽ എപ്പോഴും ഇങ്ങനെ ഉപ്പ് കിളർത്ത് നിൽക്കും അല്ലേ, ഇങ്ങനെ ഇതായിട്ട് നിൽക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു നല്ലൊരു കോട്ടൺ തുണി ഉണ്ടല്ലോ, കോട്ടൺ തുണിയിൽ അരി കെട്ടിയിട്ട് കുറച്ച് അരിമണി ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടി ഉപ്പും ഇതിൽ പൂത്തി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഈർപ്പൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ സ്റ്റിക്ക് ഇതിലിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഒരു മരത്തിൻ്റെ ഒരു കഷ്ണമാണല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ഇതിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാനപ്പോൾ ഇങ്ങനെ ഒരു തവി ഉണ്ടാക്കിയേക്കാണ് കേട്ടോ. നമ്മൾ ഒരു ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് കൊണ്ട് ഒരു
അടപ്പെടുത്തിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പെടുത്തിട്ട് ഇങ്ങനെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അത് അപ്പോൾ ഇത് ഇപ്പം ഇങ്ങനെ കോരിയെടുക്കാനും എളുപ്പമാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഈർപ്പം നിൽക്കില്ല, നമ്മൾ ഇതിങ്ങനെ ആക്കി വെച്ചാൽ മതി. അതാണ് ഇതൊരു നനവ് പറയുന്നത്. അപ്പോൾ ഇത് നല്ലൊരു യൂസാണ് കേട്ടോ. ഇങ്ങനൊരു എപ്പോഴും ഇങ്ങനെ കട്ട പിടിച്ചിങ്ങനെ ഇരിക്കുള്ളൂ, ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് വെള്ളം പോലെ ഇരിക്കാതിരിക്കാനായിട്ട് നല്ലൊരു യൂസാണ് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടല്ലോ. അതൊന്നുമില്ലെങ്കിൽ വെറുതെ ഇടുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ടീസ്പൂൺ പോലെ ഉണ്ടാക്കിയിട്ട് അത് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഉപ്പും ഭരണിയിൽ ഉപ്പ് കാലിയാവാതിരിക്കുക. ഉപ്പ് വീട്ടിൽ നിന്ന് കാലിയാവുന്നത് ഭയങ്കര ഒരു നെഗറ്റീവാണ്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. ഉപ്പും ഭരണി എപ്പോഴും കാലിയാവാതെ സൂക്ഷിക്കുക. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് കഴുകി തുടച്ചൊക്കെ എടുക്കുക. ഞാൻ അപ്പോൾ അത് കഴുകിയിട്ടില്ല, ഉപ്പും കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന ഉപ്പിലിട്ട് അങ്ങനെ വെച്ച് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉപ്പും ഭരണി നല്ല വൃത്തിയിലൊക്കെ സൂക്ഷിച്ച് ഒരു മൂലയിലൊക്കെ ആയിട്ട് വയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ വെളിച്ചെണ്ണ കേടാവാതിരിക്കും. ഇതിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഉള്ളൂ. ഒരുപാടൊക്കെ വെളിച്ചെണ്ണ ഉണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് കാറി മണം വരാണ്ടിരിക്കാനും ഇതൊക്കെ ആവാനായിട്ട് ഒരു 2 കല്ല് ഉപ്പ് വെറുതെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ലൊരു യൂസാണ്. കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലുള്ള വീഡിയോസും ടിപ്സുകളൊക്കെ ചാനലിലുണ്ട്. പറ്റുന്നവരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കൾ വെള്ളം കൊണ്ടുപോകുന്ന കുപ്പിയിൽ അഴുക്കൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞാനിതുപോലെ യൂസാക്കി കഴിഞ്ഞാൽ വെക്കേഷനൊക്കെ ആകുമ്പോൾ യൂസാക്കി കഴിഞ്ഞ് കഴുകിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് കടലാസ് ഇതാക്കി കൊടുക്കും കേട്ടോ. അത് വെച്ച് അടപ്പ് അടച്ച് വെക്കും. അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കല്ലുപ്പും കുറച്ച് നമ്മൾ ഏത് അരിയാണെങ്കിലും ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ഷേക്ക് ചെയ്ത് നല്ല പോലെ കുലുക്കി കഴുകി ഇതാക്കി കഴിഞ്ഞാൽ ഇതിലത്തെ ബാഡ് സ്മെല്ലാണെങ്കിലും നല്ല പോലെ അഴുക്കൊക്കെ പോകും കേട്ടോ. ഇത് കഴുകി ഞാൻ ഓൾറെഡി വെച്ചിരുന്നതാണ്. ഇതിപ്പോൾ അങ്ങനെ യൂസാക്കാറില്ല, ഉപയോഗിക്കാറില്ല മക്കൾ. അപ്പോൾ ഞാനതിങ്ങനെ കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് മാത്രം, അതുകൊണ്ടാണ് ഞാൻ കഴുകാത്തത് കേട്ടോ. അപ്പോൾ ഇത് കഴുകിയൊക്കെ വെച്ചതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കല്ലുപ്പ് കൊണ്ട് നല്ല പോലെ കുപ്പിയിലുള്ള ഏത് കുപ്പിയാണെങ്കിലും അങ്ങനെ ഒന്ന് കഴുകിയാൽ മതി കേട്ടോ. നല്ല പോലെ ക്ലീനായി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ ഇങ്ങനത്തെ അടപ്പുകളൊക്കെ കിട്ടുമല്ലോ നമുക്ക്. ഇതുപോലെ ഉള്ള അടപ്പുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിലത്തെ കാലിയായി കഴിഞ്ഞാൽ അതോടുകൂടി ഈ മൂടി കളയണ്ട. ഇത് നല്ല യൂസാണ് നമുക്ക്. ഇത് നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ കുപ്പിയിലാണെങ്കിലും ഇങ്ങനെ ഉള്ള കുപ്പികളിലാണെങ്കിലും ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വയ്ക്കും. ഇങ്ങനെ ഒന്ന് അടച്ച് ഇതിൻ്റെ മൂടി തന്നെ അടച്ചില്ല കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചാൽ ഇങ്ങനത്തെ ഒരു അടപ്പുണ്ടായാൽ നല്ല യൂസാണ് കേട്ടോ. ഞാനിത് ഇതുപോലത്തെ അടപ്പുള്ള ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുപ്പി കളയും, അടപ്പ് ഞാൻ സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് നല്ലപോലെ കഴുകിയതിൻ്റെ ശേഷം നമുക്ക് വെളിച്ചെണ്ണ കുപ്പിയിലൊക്കെ യൂസായ. അപ്പോൾ ഇപ്രാവശ്യം കിട്ടിയ വെളിച്ചെണ്ണ കുപ്പിയിൽ ഞാൻ എല്ലാ പ്രാവശ്യവും വെളിച്ചെണ്ണയ്ക്ക് ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം കിട്ടിയ വെളിച്ചെണ്ണയുടെ ഇതിൽ വെക്കാൻ പറ്റില്ല, അത് ഭയങ്കര ലൂസാണ്. അപ്പോൾ ഞാൻ മാറ്റി വെച്ചതാണ്. അല്ലെങ്കിൽ ഞാൻ വെളിച്ചെണ്ണയുടെ കുപ്പിമേ ഇതിട്ടിട്ടാണ് കേട്ടോ ഞാൻ യൂസാക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ പെട്ടെന്ന് തൂവി പോവാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ അടപ്പുകൾ കിട്ടുമ്പോൾ കളയണ്ട കേട്ടോ, നല്ല യൂസാണ്. നല്ലപോലെ കഴുകണം. എന്താ വെച്ചാൽ ഇത് കൈ കഴുകണ ഹാൻഡ് വാഷിൻ്റെ അങ്ങനെയാണ്. അപ്പോൾ നമുക്കതിൻ്റെ സ്മെല്ലുണ്ടാവരുത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നല്ലപോലെ കഴുകിയിട്ട് ഇങ്ങനെ യൂസാക്കാം കേട്ടോ. നല്ല ബെസ്റ്റ് എനിക്ക് നല്ല യൂസായിട്ട് തോന്നി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഒരു ചിരട്ടയിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കുപ്പിയിലോ അങ്ങനെ കുറച്ച് ഇതുപോലെ കല്ലുപ്പ് എടുത്തിട്ട് ബാത്റൂമിൽ വെക്കാം. അപ്പോൾ ഒരു ബാഡ് സ്മെല്ല് ആഗീകരണം ചെയ്യാനും പോസിറ്റീവ് എനർജി ഉണ്ടാവാനും, പോസിറ്റീവ് ആണല്ലോ എപ്പോഴും വേണ്ടത്, നെഗറ്റീവ് എനർജി പുറത്തേക്ക് തള്ളാനും വേണ്ടിയിട്ട് നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ നാളായി ഞാൻ വെച്ചിട്ട് അത് എടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലുണ്ടല്ല നമുക്കൊരു സ്മെല്ലുണ്ടാകാൻ വേണ്ടിയിട്ട് കംഫർട്ട് അങ്ങനെ കുറച്ച് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ കുറേ നാളെ ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഞാനൊന്നും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ കംഫർട്ട് അല്ലെങ്കിൽ ഷാമ്പു എന്തെങ്കിലും നല്ല സ്മെല്ലിൻ്റെ അല്ലെങ്കിൽ ഇത്തിരി കർപ്പൂരം അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ല ഒരു സ്മെല്ലുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതുപോലെ എപ്പോഴും എൻ്റെ മേശപ്പുറത്ത് നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് അറിയാം, എപ്പോഴും ഉണ്ടാവും എൻ്റെ മേശപ്പുറത്ത് ഒരു കുഞ്ഞു ഭരണി, അതിൽ നിറച്ച് കല്ലുപ്പാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കല്ലുപ്പായിട്ട് നമ്മൾ മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാട്ടോ വീട്ടിൽ. അതുപോലെ റൂമിൽ ഒക്കെ കല്ലുപ്പ് ജാറ് കുപ്പിയിൽ ചില്ലിൻ്റെ കുപ്പിയിലായിരിക്കണം, അല്ലാതെ പ്ലാസ്റ്റിക് കുപ്പിയിലൊന്നും ആവരുത്. അല്ലെങ്കിൽ ഒരു ചിരട്ടയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ നോക്കിയാൽ കട്ട പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ല, വലിച്ചോളൂ ചിരട്ടനെ വലിച്ചോളൂ. അപ്പോൾ ഇത് ഞാൻ ബാത്റൂമിൽ നിന്ന് എടുത്തതാണ്.
ഇതുപോലെ ഒക്കെ ചെയ്ത് നോക്കട്ടോ. നല്ലൊരു ഇതാണ്. ഉപ്പ് കൊണ്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക്. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ ചെയ്യുന്നത് നല്ലതാട്ടോ. ഇനി ഞാൻ കുറച്ച് സോപ്പും പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് സോപ്പും പൊടിയും പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് കല്ലുപ്പ്. ഞാൻ കല്ലുപ്പ് കുറച്ചധികം ഇടാം, നമുക്ക് എത്ര ആവശ്യം വെച്ചിടാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലപോലെ കട്ടൊക്കെ ഉടച്ച് ബേക്കിംഗ് സോഡയുടെ കട്ടൊക്കെ ഉടച്ചിട്ട് നമുക്ക് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ മുറ്റത്ത് പുല്ലൊക്കെ ഇങ്ങനെ പൊടിപ്പുല്ലൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്. അത് നമ്മളിപ്പോൾ എന്തോരം പുല്ല് വെട്ടിയാലും അത്രയും പുല്ല് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചെറിയ ഇതിൽ ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് തൂവിക്കൊടുക്കാം. കല്ലുപ്പും സോപ്പും പൊടിയൊക്കെ കൂടിയിട്ടൊന്ന് തൂവിക്കൊടുത്തു കഴിഞ്ഞാൽ നല്ല വെയിലുള്ളപ്പോൾ ചെയ്താൽ മതി. അപ്പോൾ നല്ല പോലെ ഒന്ന് കരിഞ്ഞു പോയിക്കോളും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ ഇട്ടിട്ടുമുണ്ട്. നല്ല ഇത് റിസൾട്ട് കിട്ടാറുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഇതൊക്കെ ഇങ്ങനെ തൂവി കൊടുത്താൽ മതി. പുല്ലിൻ്റെ മുകളിൽ അങ്ങനെ തൂവി കൊടുക്കാം. ചിലവില്ലാത്തൊരു കാര്യമല്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗുണമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. പുല്ല് പെട്ടെന്ന് നശിക്കും. അപ്പോൾ ഇതുപോലെ കുഞ്ഞു വീഡിയോസായിട്ട് വീണ്ടും വരാം. ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.